In our previous class, we discussed two exercise problems in page number 20, isn't it? In this class, we will discuss other exercise questions. So, our first question number 3. In the picture below, the top vertex of a triangle is joined to the midpoint of the opposite side, and then the point dividing this line in the ratio 2:1 is joined to the other two vertices. Prove that the areas of all three triangles in the picture on the right are equal to a third of the area of the whole triangle. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് പിക്ചറിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈനിന്റെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ, അതായത് ഇതിപ്പോ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 1 സെന്റിമീറ്റർ എന്നുള്ള റേഷ്യോ പ്രകാരം ഈ ലൈൻ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഈ 4 ട്രയാങ്കിൾസിൽ ഈ ലൈൻ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 3 ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഓരോ ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈ വലിയ ട്രയാങ്കിളിന്റെ 1/3 ആണെന്ന് വേണം പ്രൂവ് ചെയ്യാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഇങ്ങനൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം മിഡ് പോയിന്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ 2 ട്രയാങ്കിൾസിനെയും ഈക്വൽ ഏരിയ ആയിരിക്കും, അല്ലെ? അതായത് ഈ ബേസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇതിപ്പോ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത് എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത്. ദാറ്റ് മീൻസ് 2 ട്രയാങ്കിൾസിന്റെയും ബേസ് സെയിം ആണ്. ശരിയല്ലേ? ഇനി ബേസ് സെയിം ആണെങ്കിൽ ഏരിയ സെയിം ആവും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. In any triangle, a line from the vertex is divided into the opposite side length of an opposite side in the same ratio of the triangle. അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കണം ഏരിയക്കുള്ള റേഷ്യോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിന്റെ നെയിം ചെയ്യുകയാണെങ്കിൽ ABC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിനെ ഒരു ലൈൻ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആണെങ്കിൽ ചെറിയ 2 ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ശരിയല്ലേ? അതായത് ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ ഫുൾ ആയിട്ട് നമ്മൾ 1 എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുന്നതെങ്കിൽ 2ന്റെയും ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ABC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിനെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 2 സെയിം ഏരിയ വരുന്ന ട്രയാങ്കിൾസിന്റെ ഈ ലൈൻ മാത്രം എടുക്കുക. ഈ ലൈൻ ഇപ്പൊ ഒരു 3 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ 2:1 ദാറ്റ് മീൻസ് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് കട്ട് ചെയ്യണം. നമുക്കറിയാം 3 സെന്റിമീറ്ററിനെ 2ഉം 1ഉം വെച്ച് കട്ട് ചെയ്യാം. 2 + 1 ആണ് 3, അല്ലെ? അതേപോലെ തന്നെ 6 ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? 4ഉം 2ഉം വെച്ച് കട്ട് ചെയ്യാം. 4:2 എന്ന് പറഞ്ഞാലും 2:1 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 3 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ആണെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും വെച്ച് കട്ട് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ 6 സെന്റിമീറ്റർ ഉള്ള ഒരു സൈഡാണ് എങ്കിൽ 4ഉം 2ഉം 2:1 എന്ന് പറയുമ്പോൾ 2:1ന്റെ സെയിം റേഷ്യോ തന്നെയാണ് 4:2. ദാറ്റ് മീൻസ് 4ഉം 2ഉം വെച്ചിട്ടുള്ള 2 സൈഡ്സ് ആയിട്ട് കട്ട് ചെയ്താൽ മതി, അല്ലെ? അപ്പൊ 2:1 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ലെങ്ത് എത്രയാണോ, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിന്റെ ഹാഫ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ശരിയല്ലേ? 2 ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് 2 ആണെങ്കിൽ ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ഈ ലെങ്ത് എന്ന് പറയുന്നത് 1 ആക്കി എടുക്കണം. സോ ഈ 2:1 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണോ അതിന്റെ ഹാഫ് ആയിരിക്കണം ഓയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഈ ഓയിലേക്ക് ഈ ലൈൻ ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇതാണ് നമുക്ക് പിക്ചറിലൂടെ മനസ്സിലാകുന്നത്. ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആക്കിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു 1/2 1/2 ആയിരിക്കും. ഓക്കെ, ദെൻ സെയിം ട്രയാങ്കിളിനെ തന്നെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ 3 സെന്റിമീറ്റർ ലൈൻ ആണ് എങ്കിൽ 2:1 എന്ന് പറയുമ്പോൾ 2 + 1 3 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. അതായത് എടുക്കുന്ന ലൈനിന്റെ ലെങ്ത് എന്താണോ അതിന്റെ ഹാഫ് ആയിരിക്കണം സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ 2:1 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തു ആ പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ എങ്ങനെയായിരിക്കും വരിക? എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ 1/2 1/2 ആണെന്ന് അല്ലെ. ഇനി ഇതിന്റെ ഉള്ളില് ദാറ്റ് മീൻസ് AOC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ 7th സ്റ്റാൻഡേർഡില് 7th-ലും 8th-ലും ഒക്കെ റേഷ്യോ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 2:1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 എടുത്തു, അത് 2 + 1 ദാറ്റ് മീൻസ് 3 പോർഷൻസിലെയാണ് 2 എന്ന് പറയുന്നത്. 2:1ന്റെ ഫസ്റ്റ് പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2/3 പോർഷൻ ആണ് ഫസ്റ്റ് വൺ. അതേപോലെ തന്നെ 1/3 പോർഷൻ ആണ് സെക്കൻഡ് വൺ. ശരിയല്ലേ? 2:1 എന്ന് പറയുന്നതിൽ 2/3 3 എവിടുന്നാ വന്നിരുന്നത്? 2ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന 2 + 1 എന്ന് പറയുന്ന 3യും 3യിൽ 2 പോർഷൻ ആണ് ഫസ്റ്റ് വൺ, അതേപോലെ തന്നെ 3യിൽ 1 പോർഷൻ ആണ് സെക്കൻഡ് വൺ. ഓക്കെ, ഇനി ഈ 4 ട്രയാങ്കിൾസിൽ ഫസ്റ്റ് ട്രയാങ്കിൾ ഓൾറെഡി 1/2 ആണെന്നും അതേപോലെ തന്നെ സെക്കൻഡ് ട്രയാങ്കിളും 1/2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പോർഷനും എടുക്കുകയാണ്. അപ്പൊ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് ഓൾറെഡി 1/2 ഉണ്ടായിരുന്നു. 1/2-ലെ ഒരു പോർഷനാണ് ഇത്. അതിനോടൊപ്പം തന്നെ ഈ 2/3 ഉണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? 2/3 ഉണ്ട്, അതിനോടൊപ്പം തന്നെ 1/2-ലെ ഒരു പോർഷനുമാണ്. അപ്പൊ 1/2 × 2/3 ദാറ്റ് മീൻസ് 2/6 ആണെന്ന് കിട്ടി. അപ്പൊ ഈ ഒരു പോർഷൻ 2/6 ആണ്. അതേപോലെ തന്നെ ഇത് ടോട്ടൽ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 1/2 ആണ് കിട്ടുന്നത്. ആ 1/2-ല് ഇത് ടോട്ടൽ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 1/2 ഉണ്ട്. ഇതിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് 3യിൽ 2 പോർഷൻ ആണ്. 3യിൽ 2 പോർഷൻ ആണ്. ബിക്കോസ് ഓഫ് 2:1 എന്ന് പറയുമ്പോൾ ഈ പോർഷൻ 2 പോർഷൻ ആണ്. ദാറ്റ് മീൻസ് 2/3 ആണ്. ഹോൾ പോർഷൻ എന്ന് പറയുന്നതിൽ 1/2-ൽ 2/3 ആണിത്. ദാറ്റ് മീൻസ് 1/2 ഓഫ് 2/3 എന്നെടുക്കും. ദാറ്റ് മീൻസ് 1/2 × 2/3 ദാറ്റ് മീൻസ് 2/6 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പൊ ഈ പോർഷനും നമുക്ക് വരുന്നത് 2/6 തന്നെയാണ്. ദെൻ തേർഡ് പോർഷൻ നോക്കാം. ഈ ഒരു പോർഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് ഓൾറെഡി 1 ആയിട്ടുള്ള ഈ റേഷ്യോയിലാണ് കട്ട് ചെയ്തിരുന്നത്. 2:1 എന്ന് പറയുമ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് 3യിൽ 1 പോർഷൻ ആണ് ഇത്. ദാറ്റ് മീൻസ് 1/3 ആണെന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രം 1/3 ആണ്. പക്ഷെ ഇതിലെ ടോട്ടൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 1/2-ൽ 1/3 ആണ്. ദാറ്റ് മീൻസ് 1/2 ഓഫ് 1/3 ആണ്. ശരിയല്ലേ? ഈ ലെഫ്റ്റ് സൈഡ് മൊത്തമായിട്ട് 1/2 ആയിരുന്നു. അതിലൊരു പോർഷൻ ആണ് 1/3. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ എത്രയാണെന്ന് കൃത്യമായി ഡിസൈഡ് ചെയ്യണമെങ്കിൽ 1/2 ഓഫ് 1/3 ദാറ്റ് മീൻസ് 1/2 × 1/3 എന്ന് വരും. ദാറ്റ് ഈസ് 1/6 ആണെന്ന് മനസ്സിലായി. അതായത് ഈ ഒരു പോർഷൻ 1/6 ആണ്. അത് തന്നെയല്ലേ ഇവിടെയും വരിക? എങ്ങനെയായിരിക്കും? ഇതില് 1 ആണ്. 2:1 എന്ന് പറയുമ്പോൾ ഈ പോർഷൻ 1 ആണ്. 2 + 1 3 ആണ് അല്ലെ? അപ്പൊ 1/3 പോർഷൻ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പോർഷനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ 1/3 ആണ് കിട്ടുന്നത്. എന്നാലോ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് 1/2 ആണ്. ഇത് മൊത്തമായി എടുക്കുമ്പോൾ 1/2, അതായത് ആദ്യം ഉണ്ടായിരുന്ന ട്രയാങ്കിളിന്റെ ഹാഫ് ആണ് വരും. അപ്പൊ ആ ഹാഫിന്റെ 1/3 ദാറ്റ് മീൻസ് 1/2 ഓഫ് 1/3 തന്നെയാണ് ഇതിനും വരിക. 1/2 ഓഫ് 1/3 എന്ന് പറയുന്നത് അഗൈൻ 1/6 ആണ്. അപ്പൊ ഇവിടെ വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/6 ആണ് വേണ്ടി. ഓക്കെ,
പിന്നെ ഈ വരുന്ന പോർഷൻ 2/6 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പോർഷനും 2/6 ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നോക്കിയാൽ 1/6 1/6 കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത്. 1/6 1/6 കൂടി ജോയിൻ ചെയ്താൽ എന്തായിരിക്കും വരിക? 1/6 1/6 കൂടി ജോയിൻ ചെയ്യുന്നു. ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, ദാറ്റ് ഈസ് 6 തന്നെയാണ്. ന്യൂമറേറ്റേഴ്സ് 1 + 1 ദാറ്റ് ഈസ് 2 ആണ്. അപ്പോഴും എന്ത് തന്നെയാണ് കിട്ടുന്നത്? 2/6 തന്നെയാണ്. അപ്പൊ ഈ രണ്ട് പോർഷനും കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് ഈ പോർഷൻ, ദാറ്റ് ഈസ് 2/6 എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ ഈക്വൽ ഫ്രാക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു 2/6 എന്ന് പറയുന്നത് that is also equal to 1/3 ആണെന്ന്. എങ്ങനെയാണ് അത് ഈക്വൽ ആവുന്നത്? 2/6നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2യുടെ മൾട്ടിപ്പിൾസ് ആണ് ഉള്ളത് അല്ലെ? ദാറ്റ് മീൻസ് 2/2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 1/3 ആണെന്ന് കിട്ടി. ശരിയല്ലേ? ദാറ്റ് ഈസ് 2/6 എന്ന് പറയുന്നതിന്റെ ഈക്വൽ ഫ്രാക്ഷൻ ആണ് 1/3. ദാറ്റ് മീൻസ് 3 പോർഷൻസും 1/3 1/3 1/3 എന്നാണ് നമുക്ക് കിട്ടിയത്. ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഫസ്റ്റ് പോർഷനും 1/3 ആണ്, സെക്കൻഡും തേർഡും എല്ലാം 1/3 ആണ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ഏരിയാസ് of all three triangles in the picture on the right are equal to a third of the area of the whole triangle എന്നാണ്. അതായത് ഹോൾ മുഴുവനായിട്ടുള്ള ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണോ അതിന്റെ 1/3 ആയിരിക്കണം ഓരോ ട്രയാങ്കിൾ എന്നാണ്. 1/3 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1/3 ആണ്. അപ്പോൾ ഫുൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിലെ ഓരോ പോർഷനും 1ന്റെ 1/3 ആണ്. ദാറ്റ് മീൻസ് 1/3 × 1 എന്ന് പറയുന്നത് 1/3 ആണ്. ദാറ്റ് മീൻസ് ഓരോ പോർഷൻസും, ദാറ്റ് മീൻസ് ഓരോ സ്മോൾ ട്രയാങ്കിൾസും 1/3 ഓഫ് ഹോൾ ട്രയാങ്കിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ perpendiculars from any point on the bisector of an angle to the sides are equal. Okay, അതായത് ഒരു ബൈസെക്ടർ ഉണ്ട്. ആ ബൈസെക്ടറിന്റെ നമ്മൾ ഒരു ബൈസെക്ടറിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു ആംഗിളിന് നമുക്കുണ്ട്. ഈ ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ആംഗിള് ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ആ 60 ഡിഗ്രിയെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് ബൈസെക്ടർ അല്ലെ? അതായത് സെന്ററിലൂടെ മൂവ് ചെയ്യുന്നതാണ് ബൈസെക്ടർ. 60 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും 30 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ 45 ഡിഗ്രി ആയിരിക്കും. അതാണ് ബൈസെക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ബൈസെക്ടറിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ ആംഗിളിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലറും ഇതിൽ നിന്ന് ഈ ആംഗിളിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും എടുത്തു കഴിഞ്ഞാൽ ഈ ലൈനും, ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ് എന്ന് വേണം പ്രൂവ് ചെയ്യാൻ. ഓക്കെ, ആദ്യം ഞാൻ നെയിം ചെയ്യാം. ആംഗിൾ ABC D എന്ന് നെയിം ചെയ്തു. Okay, then നെയിം ചെയ്തിട്ട് ABC ആണ് നമ്മുടെ ആംഗിൾ. BD എന്ന് പറയുന്ന ലൈൻ ആണ് ബൈസെക്ടർ. ഇങ്ങനെ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞു. ബൈസെക്ടറിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ആ പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് G. ഓക്കെ, ജിയിൽ നിന്ന് രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. ദാറ്റ് മീൻസ് GEയും GFും ആണ് പെർപെൻഡിക്കുലേഴ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് BEയും BFും ഈക്വൽ ആണ് എന്നാണ്. We want to prove that BE equal to BF. Okay, angle ABC bisector BD. In bisector BD, point G, perpendiculars are GE and GF. We want to prove that BE equal to BF. BEക്കും BFനും ഈക്വൽ ലെങ്ത് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
ഓക്കെ, നമുക്കറിയാം ഒരു ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ ബൈസെക്ടർ ആ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് രണ്ടും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടുന്നു എന്നർത്ഥം അല്ലെ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഈ ആംഗിൾ, ശരിയല്ലേ? നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആംഗിൾസ് ഈക്വൽ ആണ്, രണ്ട് ട്രയാംഗിൾസിൽ ആംഗിൾസ് ഈക്വൽ ആണ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് കൂടി ഈക്വൽ ആവും എന്നുള്ളത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാണ്? ഇതാണ് അല്ലെ. ഈ സൈഡും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡും കൂടി ഈക്വൽ ആവില്ലേ? ആവും. അപ്പോൾ ABD എന്ന് പറയുന്ന ആംഗിളും DBC എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ് എങ്കിൽ GEയും GFും ഈക്വൽ ആവും. സൈഡ്സ് മസ്റ്റ് ബി ഈക്വൽ. ക്ലിയർ? ഇനി നമുക്കറിയാം ഒരു ബൈസെക്ടർ വരച്ചു അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ചു എന്ന് പറയുകയാണെങ്കിൽ പെർപെൻഡിക്കുലേഴ്സ് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ളത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യമാണ്. അതായത് ഈ ലൈൻ പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. G എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ആംഗിളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതും പെർപെൻഡിക്കുലർ തന്നെയാണ്, ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡും ഈക്വൽ ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഇതാണ്, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഇതാണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. വാട്ട് ഈസ് ദാറ്റ്? GFB എന്ന് പറയുന്ന ആംഗിളും GEB എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ബിക്കോസ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ മേക്ക് ആൻ ആംഗിൾ എസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് സൈഡ് BG ഈക്വൽ ടു BG ആണ്. ദാറ്റ് മീൻസ് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതിനോടൊപ്പം തന്നെ രണ്ട് ആംഗിൾസ് ഈക്വൽ ടു സെക്കൻഡ് ട്രയാംഗിൾ. രണ്ട് ട്രയാംഗിളിലെയും രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അതിനർത്ഥം മൂന്നാമത്തെ സൈഡ് മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ട്രയാംഗിളിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് ആംഗിൾ BGF ആണ്. നമുക്കറിയാം ട്രയാംഗിൾ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എന്താണോ അത് തന്നെ ആയിരിക്കും BGE എന്ന് പറയുന്ന ഈ ആംഗിളും. ബിക്കോസ് ഓഫ് ട്രയാംഗിൾ ആംഗിൾസും 180 ഡിഗ്രി ആണ്. ഈ രണ്ട് ആംഗിൾസ് ഇവിടെ ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ 180 മൈനസ് ഓഫ് ഇത് രണ്ടും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡും ഈക്വൽ ആയേ പറ്റൂ. ദാറ്റ് മീൻസ് BFും BEയും ഈക്വൽ ആണ്. വാട്ട് ഈസ് ദാറ്റ്? BGF എന്ന് പറയുന്ന ആംഗിളും BGE എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. അത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് BFും BEയും ഈക്വൽ ആയിരിക്കും. റീസൺ നമ്മൾ കഴിഞ്ഞ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചതാണ്. ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഈക്വൽ ആവണം എന്നുള്ളത്. ഈക്വൽ ട്രയാംഗിൾസിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ഇപ്പൊ ഈക്വൽ ട്രയാംഗിൾസിന്റെ സ്പെഷ്യാലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് പ്രൂഫ്, ദാറ്റ് മീൻസ് 4th ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്തു, ശരിയല്ലേ? Then 5th question. In the picture below, the side AC of the triangle ABC is extended to D. By adding the length of the side CB, then the line through C parallel to DB is drawn to meet AB at E. അതായത് ഒരു ട്രയാംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, ട്രയാംഗിൾ ABC. ഓക്കെ, ഈ ABCയെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് പിക്ചർ ഇതാണ്. ABC D എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ബൈ ആഡിങ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് CB, then the line through C parallel to DB is drawn to meet AB at E. അതായത് സിയിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇയിൽ C എന്ന് പറയുന്ന ലൈനും
ഡി ബി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ് എന്നും കൂടി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുക. ദെൻ ഈ എ ബി സിയിലെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ബിയിൽ നിന്നുള്ളതും എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഗെയിൻ ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ കിട്ടിയതിനോടൊപ്പം തന്നെ പറഞ്ഞു സി ഇ എന്ന് പറയുന്നത് ബി ഡിക്ക് പാരലൽ ആണ്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് സി ഇ ബൈസെക്ട്സ് ആംഗിൾ ഇ, ആംഗിൾ സി. സി എന്ന് പറയുന്ന ഈ ലൈൻ ഈ സി എന്ന് പറയുന്ന ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. സി ഡി എന്ന് പറയുന്ന ഈ ലൈനും ബി സി എന്ന് പറയുന്ന ഈ ലൈനും ഈക്വൽ ആണ് എന്ന് കൂടി തന്നിട്ടുണ്ട് അല്ലെ. ബി ഡിയും സി ഡിയും ഈക്വൽ ആണ്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ ദ പിക്ചർ ബിലോ ദ സൈഡ് എ സി ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ഈസ് എക്സ്റ്റെൻഡഡ്. എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഡിയിലേക്ക്. ഈ രണ്ട് സൈഡ്സും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആഡിങ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് സി ബി. സി ബി എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളത്. അതുകൊണ്ട് തന്നെ സി ഡി എന്ന് പറയുന്ന ഈ ലൈനും ബി സി എന്ന് പറയുന്ന ബി സി ആണ്. ബി സി എന്ന് പറയുന്ന ഈ ലൈനും ഈക്വൽ ആണ്. ഇവിടെ സി ഡി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഈ ലെങ്ത് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബി സി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആണ്. ബി സിയും സി ഡിയും ഈക്വൽ ആണ്. അതിനോടൊപ്പം തന്നെ സി ഇ പാരലൽ ടു ബി ഡി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ ലെങ്ത് ബി സിയുടെ ലെങ്ത് എന്താണോ ആ ലെങ്ത് തന്നെ ആയിരിക്കണം സി ഡി. അങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് ഒരു കേസ് കിട്ടി, ബി സി ഈക്വൽ ടു സി ഡി എന്നുള്ളത്. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് സി ഇ എന്ന് പറയുന്ന ഈ ലൈനും ബി ഡി എന്ന് പറയുന്ന ഈ ലൈനും പാരലൽ ആണ് എന്ന് കൂടി തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ സി യുടെ ബൈസെക്ടർ ആണ്. സി എന്ന് പറയുന്ന ലൈൻ ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യാം നോക്കാം. ഫസ്റ്റ് പോയിന്റ് സി ഇ പാരലൽ ടു ബി ഡി ആണ്. അതായത് ഈ രണ്ട് പാരലൽ ലൈൻസിനെ കൺസിഡർ ചെയ്യാം. ചെയ്തില്ലേ? ഇതില് സി ഡി എന്ന് പറയുന്ന ഈ ലൈൻ വെച്ച് കട്ട് ചെയ്യുന്നു. ഇത് സി ഡി ആണ്. ഓക്കെ, സി ഡിയെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ ലൈനിന്റെ ലെഫ്റ്റ് ആണ് പാരലൽ ലൈനിന്റെ ടോപ്പ് ആണ്. പാരലൽ ലൈനിന്റെ ടോപ്പ് ഇതിന്റെ ലെഫ്റ്റ് ആണ്. ഈ ആംഗിൾ ആണ് ഇത്. ശരിയല്ലേ? ഇനി ഈ പിക്ചർ ഒന്ന് ചരിച്ചിട്ട് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ബുക്കിൽ നിന്ന് വരയ്ക്കുന്ന സമയത്ത് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ എന്ന് പറയുന്നത് പാരലൽ ലൈനിന്റെ, ഇതാണ് പാരലൽ ലൈൻ. ഓക്കെ, ഇതാണ് പാരലൽ ലൈൻ. ഈ പാരലൽ ലൈനിന്റെ ടോപ്പ് ഈ ഇതിന്റെ ലെഫ്റ്റ് ആണ്. ദാറ്റ് മീൻസ് പാരലൽ ലൈൻ ആണ്. അതിന്റെ ടോപ്പ് ഇവിടെ ലെഫ്റ്റ് ആണ്. ഈ ആംഗിൾ ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇതാണ് കട്ട് ചെയ്തു പോകുന്ന ലൈന്. ഓക്കെ, കട്ട് ചെയ്തു പോകുന്ന ലൈനിന്റെ ലെഫ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പാരലൽ ലൈനിന്റെ ടോപ്പ് കട്ട് ചെയ്യുന്ന ലൈനിന്റെ ലെഫ്റ്റ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസ് കിട്ടി. ഈ രണ്ട് ആംഗിൾസിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. എന്താണ് പ്രത്യേകത? യെസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ആംഗിളും ഇതും കൂടി കറസ്പോണ്ടന്റ് ആണ്. That means corresponding angles are equal. BDC എന്ന് പറയുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ECA എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ദെൻ ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആണ് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കേസ് തന്നിട്ടുള്ളത്. രണ്ട് ലൈൻസ് ദാറ്റ് മീൻസ് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ നമ്മൾ എന്താ പറയാ? ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലെ. ദാറ്റ് മീൻസ് BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? BCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ബിക്കോസ് ഓഫ് ടു സൈഡ്സ് BC and CD are two sides are equal. So opposite angles must be equal. അപ്പോൾ സി ഡിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ബി സിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. ഇതിൽ നമുക്ക് മൂന്ന് ആംഗിൾസ്, ഇത് ഇതിനോട് ഈക്വൽ ആണ്,
ഈ ആംഗിള് ഇതിനോട് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? ഇനി അടുത്ത ഒരു സ്പെഷ്യാലിറ്റി കൂടി നോക്കാം. ഡി എന്ന് പറയുന്ന ഈ ലൈനും സി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇതിന് ഈ ബി സി എന്ന് പറയുന്ന ഈ ലൈൻ വെച്ചുകൊണ്ട് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ആംഗിള് ഏതായിട്ടാണ് വരിക? പാരലൽ ലൈൻ ആണ് ഇത് അല്ലെ? ഇതിന്റെ ടോപ്പില് ഈ കട്ട് ചെയ്യുന്ന ആംഗിളിന്റെ താഴെയായിട്ടാണ് അടുത്തത്. ദാറ്റ് മീൻസ് പാരലൽ ലൈനിന്റെ ടോപ്പില് കട്ട് ചെയ്യുന്ന ആംഗിളിന്റെ റൈറ്റ് ആണ് ഇത് കിടക്കുന്നത്. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കിയേ, പാരലൽ ലൈൻ ഇതാണ്, കട്ട് ചെയ്യുന്ന ആംഗിൾ ഇതാണ്. പാരലൽ ലൈൻ ഇതാണ്, കട്ട് ചെയ്യുന്ന ആംഗിൾ ഇതാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ശരിയല്ലേ? നോക്കൂ, പാരലൽ ലൈൻ ആണ്, പാരലൽ ലൈൻ ആണ്. കട്ട് ചെയ്യുന്ന ആംഗിള് ഇത്, കട്ട് ചെയ്യുന്ന ആംഗിള് ഇതിന്റെ ഇടയിൽ വരുന്ന, ദാറ്റ് മീൻസ് റൈറ്റിൽ വരുന്ന ആംഗിൾ ആണ് ഇത്. ദാറ്റ് മീൻസ് ഇതാണ് ഇത് അല്ലെ? ഇനി ഈ ആംഗിൾ നോക്കിയേ, ഇതാണ് പാരലൽ ലൈൻ. ഓക്കെ, ഇതിന്റെ കട്ട് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ ആണ്, ഈ ലൈൻ ആണ് കട്ട് ചെയ്യുന്നത്. ഇതിന്റെ ലെഫ്റ്റിൽ വരുന്ന ആംഗിൾ, ദാറ്റ് മീൻസ് ഇതാണ് ഇത്. ശരിയല്ലേ? ഈ ആംഗിൾസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താ? നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. പാരലൽ ലൈനിന്റെ ടോപ്പ്, പാരലൽ ലൈനിന്റെ ബോട്ടം, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. ദാറ്റ് മീൻസ് രണ്ടും ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പൊ എന്തായിരിക്കും സ്പെഷ്യാലിറ്റീസ്? യെസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ ആംഗിളിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഇത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്, അതിനോടൊപ്പം തന്നെ ഈ ആംഗിള് ഇതിനോട് ഈക്വൽ ആണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഈ ആംഗിള് ഇതിനോട് ഈക്വൽ ആണ്, ഈ ആംഗിള് ഇതിനോട് ഈക്വൽ ആണ്, പിന്നെ ഈ ആംഗിള് ഇതിനോട് ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ടും വരും. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ആംഗിൾസും, ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത എല്ലാ ആംഗിൾസും പരസ്പരം ഈക്വൽ ആണ് എന്ന് കിട്ടി. നമുക്ക് വേണ്ട കേസ് എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ്. എന്താണ്? ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് ആര്? സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ബൈസെക്ടർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACE എന്താണോ അത് തന്നെ ആയിരിക്കണം BCE. ശരിയല്ലേ? ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് CE എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ACE എത്രയാണോ അത് തന്നെയാണ് BCE ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് തന്നെയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൂന്ന് കാര്യങ്ങളെ നമ്മൾ യൂസ് ചെയ്തതും, ഒന്ന് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ, ദെൻ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ, ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് BC ഈക്വൽ ടു CD ആയതുകൊണ്ട് ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇത് രണ്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആംഗിൾ ACE ഈക്വൽ ടു ആംഗിൾ BCE. ദാറ്റ് മീൻസ് ആംഗിൾ C ബൈസെക്ടർ ഓഫ് CE. ശരിയല്ലേ? ഇതിന്റെ കൂടെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. Describe how this can be used to divide an 8 cm long line in the ratio 4:5. അതായത് 8 cm ഉള്ള ലൈനിനെ 4:5 വെച്ച് കട്ട് ചെയ്യണം, നമുക്ക് വരച്ച് കാണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം 8 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരയ്ക്കാം. 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്യാം. ഓക്കെ, 7th സ്റ്റാൻഡേർഡിലെ ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെ. അപ്പോൾ 4 സെന്റിമീറ്റർ ഉള്ള 5 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ലെങ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചതിന് ശേഷം ഇതിലേക്ക് 4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ദ ആംഗിൾ എന്നുള്ളത്. എന്താണ്? ഒരു ട്രയാങ്കിളിൽ ഒരു ബൈസെക്ടർ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ
റേഷ്യോ എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ്സിന്റെയും റേഷ്യോന് ഈക്വൽ ആണ് എന്നുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന് ദാറ്റ് മീൻസ് ഈ ആംഗിളിന് ഒരു ബൈസെക്ടർ വരച്ചാൽ പോലെ. എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുക? നമ്മൾ ഇവിടെ നിന്ന് ഈക്വൽ ലെങ്സ് രണ്ടാവിടേക്കും വരയ്ക്കുന്നത് 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചതാണ്. കോമ്പസ് യൂസ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് നമ്മൾ വരച്ചു. അതേ ലെങ്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ താഴോട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്നും രണ്ട് സൈഡിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ഈ ലൈൻ എന്ന് പറയുന്നത് മിഡ് പോയിന്റിലൂടെ ദാറ്റ് മീൻസ് ബൈസെക്ടർ ആയിട്ട് നമുക്ക് കിട്ടും. ഈ ആംഗിളിന്റെ ബൈസെക്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 4ഉം 5ഉം ആണ് അവിടുത്തെ റേഷ്യോ എങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് 4:5 എന്നാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ട്രയാങ്കിളിന്റെയും സെക്കൻഡ് ട്രയാങ്കിളിന്റെയും റേഷ്യോ അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ആദ്യം വേണ്ടത് 8 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ മുകളിലുള്ള തേർഡ് വെർട്ടെക്സിന് ഒരു ബൈസെക്ടർ വരയ്ക്കാം. ആ ബൈസെക്ടർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിനെ 4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും. ശരിയല്ലേ? ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ക്യാൻ വി യൂസ് ടു ഡിവൈഡ് ആൻ 8 centimeters ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 8 സെന്റിമീറ്ററും 4ഉം 5ഉം ഉള്ള സമയത്ത് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. അതേസമയം 8 സെന്റിമീറ്ററും 3ഉം 4ഉം ഉള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്മോളസ്റ്റ് സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് ലാർജസ്റ്റ് സൈഡിനെക്കാട്ടിലും വലുതായിരിക്കണം എങ്കിൽ മാത്രമേ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് 3ഉം 4ഉം ആണ് സ്മോളസ്റ്റ് സൈഡ്. സ്മോളസ്റ്റ് സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് 3 + 4 ദാറ്റ് ഈസ് 7 ആണ്. 7 ഈസ് ലെസ് ദാൻ 8 ആണ്. നമുക്ക് വേണ്ടത് ഈ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. 3ഉം 4ഉം ആഡ് ചെയ്താൽ 7 ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 8 ആണ്. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ 3:4 എന്ന് പറയുന്നത് ഒരു റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. റേഷ്യോയിന്റെ ഈക്വൽ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വരയ്ക്കാം. 3:4ന്റെ ഈക്വൽ റേഷ്യോ എന്താണ്? എങ്ങനെയാണ് ചെയ്യുക? 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ കൊണ്ട് തന്നെ 4നെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ദാറ്റ് മീൻസ് 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് മീൻസ് 3:4 എന്ന് പറയുന്ന റേഷ്യോയുടെ ഈക്വൽ ആണ് 6:8. ശരിയല്ലേ? അതായത് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും ആ ട്രയാങ്കിൾ വരയ്ക്കാം. ബിക്കോസ് ഓഫ് 8 + 6 14. ഏറ്റവും ചെറിയ രണ്ട് സൈഡ്സ് എന്ന് പറയുന്നതിന്റെ സം എടുത്തു. 8 + 6 14. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ the largest side. That means 8 is less than 14 ആണ്. ലാർജസ്റ്റ് സൈഡ് ആണ് അവിടെ വരുന്ന വലിയ നമ്പർ. സോ നമുക്ക് 8ഉം 6ഉം 8ഉം ഉള്ള ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഒരു ബൈസെക്ടർ ആണ് നമുക്ക് വരയ്ക്കുന്നതെങ്കിൽ അവിടെ വരുന്ന റേഷ്യോ 6:8 ആയിരിക്കും. കട്ട് ചെയ്യുന്ന റേഷ്യോ 6:8 തന്നെയായിരിക്കും. 6:8 എന്ന് പറയുന്നത് 3:4 തന്നെയാണ്. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് 3:4 വെച്ച് ആ ലൈനിനെ ഡിവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ആദ്യം 8ഉം 6ഉം 8ഉം ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. വരച്ചതിന് ശേഷം ബൈസെക്ടർ വരച്ചാൽ നമുക്ക് കിട്ടുന്നത് 6:8 എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും. 6:8 എന്ന് പറയുന്നത് 3:4നോട് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.